പഴയങ്ങാടിയിലെ സുൽത്താൻ കനാലും പരിസരവും മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി മാറുന്നു. അറവു മാലിന്യവും പ്ലാസ്റ്റിക് ബോട്ടിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുമാണ് ഇവിടേക്ക് വലിച്ചെറിയുന്നത്. ഒരിക്കൽ നാടിന്റെ അഭിമാനമായ പ്രശസ്തമായ പഴയങ്ങാടിയിലെ സുൽത്താൻ കനാൽ ഇന്ന് മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിന്നുള്ള അറവു മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, കുപ്പികൾ, പോളിത്തീൻ മുതലായ കൃത്രിമ മാലിന്യങ്ങളും ഉൾപ്പെടെ നിയന്ത്രണമില്ലാതെ കനാലിലേക്ക് ഒഴുക്കിവിടുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. മഴക്കാലത്ത് കനാലിലെ മലിനജലം പുഴയിലേക്ക് ചേർന്ന് അവ പരിസ്ഥിതിക്കും ദോഷമുണ്ടാക്കുകയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഇത് ദുരിതമാവുകയാണ്. സുൽത്താൻ കനാലിന് ഇരുവശങ്ങളിലും മാലിന്യം തള്ളുന്നത് വ്യാപകമാണ്. ഉടൻ നടപടിയെടുക്കാതെ പോയാൽ സുൽത്താൻ കനാൽ ജീവനറ്റ ജലപാതയായി മാറും. ഈ രാത്രി കാലങ്ങളിലും പകലായ എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ ഈ വഴി പോകുന്ന സമയത്ത് മാറിയിട്ട് ചില സമയം നടക്കാനില്ല. അങ്ങനെ സ്ഥിതി. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇടുന്ന് ഇങ്ങനെ മൂക്കും പൊത്തിയിട്ടെല്ലാം പോകുന്ന സമയമുണ്ടായി. അത്രയും ഭയങ്കര പ്രശ്നമില്ല. ഇതാരെ കൊണ്ടിടുന്നത്, എങ്ങനെ കൊണ്ടിടുന്നത് നമുക്കറിയില്ല. ആളെ കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ സ്ഥിതി ഇവിടുത്തെ ഈ ഭാഗത്തില്ല. ഇത് കുട്ടിയൊക്കെ എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് സ്കൂൾ കുട്ടികൾ പോകുന്നതല്ലേ, ഈ അങ്ങനെ ഇല്ല സ്ഥലത്ത് ഇത് കൊണ്ടിടാൻ പാടില്ലല്ലോ. അത് മോശമല്ലേ? എത്രയോ ആൾക്കാരിലെ വഴി നടന്ന് പോകുന്ന സ്ഥലം, വണ്ടിയും കൊണ്ട് പോകുന്നവർ എല്ലാവരും മൂക്കും പൊത്തിയിട്ട് പോകും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ലേശം കുറവാണ്. എനിക്കൊന്ന് ആടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം ഇടിയെല്ലാം കൊണ്ടിട്ടുണ്ട്. ഇടാൻ പാടില്ല ബോർഡ് വരെ വെച്ചു. ആ സ്ഥലത്തെ പിന്നെയും കൊണ്ടിട്ടേ. അത് സ്ഥിതി എടുത്ത് ഇതാരെ കൊണ്ടിടുന്നത് നമുക്കറിയില്ല. ശുചീകരണത്തിനും സ്ഥിരമായ മാലിന്യ സംസ്കരണത്തിനും അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒപ്പം സുൽത്താൻ കനാലിനെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.